അങ്ങനെ അവന്തികയുടെ നവീൻ്റെ വിവാഹം ഏകദേശം ഉറപ്പിച്ച മട്ടാണ്. എന്നാൽ നവീന് ഒട്ടും തന്നെ വിവാഹത്തിന് താല്പര്യമില്ല. അവൻ്റെ മനസ്സ് മുഴുവൻ നന്ദുവാണ്. എന്നാൽ അവന്തിക നവീനെ വിവാഹം കഴിക്കാൻ വളരെ ആഗ്രഹിച്ചിരുന്നു. അങ്ങനെ അവന്തിക നാഗേന്ദ്രനോട് പറയുന്നുണ്ട്, നവീനെ എനിക്ക് വലിയ ഇഷ്ടമാണ് അച്ഛാ. അങ്ങനെ അവന്തിക വളരെ സന്തോഷത്തിൽ തന്നെ നിൽക്കുകയാണ്. അതേസമയം അനിയും വലിയ സന്തോഷത്തിൽ തന്നെയാണ്. നവീൻ അവന്തിയെ വിവാഹം കഴിച്ചാൽ നന്ദുവിനെ തനിക്ക് വിവാഹം കഴിക്കാമല്ലോ എന്ന സന്തോഷം. അങ്ങനെ അവന്തിക നവീനെ പ്രണയിക്കുന്നതിൽ എല്ലാ സപ്പോർട്ടുമായി അനിയുമുണ്ട്. അങ്ങനെ അനി അവന്തികയെ നവീനുമായി ഒന്നിപ്പിക്കാൻ വേണ്ടി പരമാവധി ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ അവസാനം നവീൻ സത്യങ്ങളെല്ലാം അറിയുന്നുണ്ട്. അനിയും നന്ദും തമ്മിൽ പ്രണയത്തിലാണെന്നും അനി അക്കാര്യം മറച്ചു വെച്ചു എന്ന കാര്യവും നവീൻ അറിയുകയാണ്. അങ്ങനെ അനിയെ നവീൻ വെല്ലുവിളിക്കുന്നുണ്ട്. അങ്ങനെ അവന്തിക നവീനെ സ്വപ്നം കണ്ടിരിക്കുമ്പോൾ ജലജ വന്ന് ചോദിക്കുന്നുണ്ട്, എന്താ മോളെ നീ ആലോചിച്ചിരിക്കുന്നത്? അതല്ല അമ്മേ, നവീനേട്ടന് വിവാഹത്തിന് താല്പര്യമുണ്ടോ എന്ന് എനിക്കൊരു സംശയം. അതെന്താ മോളെ നീ അങ്ങനെ പറയുന്നത്? അവർക്ക് താല്പര്യമുണ്ടായത് കൊണ്ടല്ലേ വിവാഹാലോചനയുമായി അവർ വന്നത്. അതല്ല അമ്മേ, നവീൻ്റെ മുഖഭാവം കണ്ടപ്പോൾ എനിക്കൊരു സംശയം തോന്നി. അത് കേട്ട് ജലജ ഉപദേശിക്കുകയാണ്, ഇനിയൊരു പക്ഷെ നവീന് താല്പര്യമുണ്ടാവില്ല, എന്നാലും മോൾ അത് ഉണ്ടാക്കിയെടുക്കണം. ഇത്രയും നല്ലൊരു ബന്ധം ഇനി മോൾക്ക് കിട്ടില്ല. ഇഷ്ടംപോലെ സ്വത്തും പണവുമെല്ലാം ഉള്ള കുടുംബമാണ്. അവൻ മിടുക്കനായ വക്കീലാണ്. അതുകൊണ്ട് എങ്ങനെയെങ്കിലും അവനെ നിന്റെ വശത്താക്കണം. ശരിയാണ് അമ്മേ, നവീൻ ആൾ മിടുക്കനായത് കൊണ്ട് തന്നെ നവീനെ എനിക്ക് വലിയ ഇഷ്ടമാണ്. ഇനി മറക്കാനാകില്ല എന്ന് പറയുന്നുണ്ട് അവന്തിക. എങ്കിൽ പിന്നെ മോൾ ഇടയ്ക്കിടയ്ക്ക് നവീനെ വിളിക്കണം. അവനെ മനസ്സിൽ കയറിക്കൂട്. പുറത്തെവിടെയെങ്കിലും വെച്ച് നിങ്ങൾ കാണണം. അങ്ങനെ നിങ്ങളുടെ വിവാഹം നടക്കണം എന്നൊക്കെ പറയുന്നുണ്ട് ജലജ. അങ്ങനെ അവന്തിക നവീനെ ഫോൺ വിളിക്കുകയാണ്. അങ്ങനെ നവീൻ ഫോൺ എടുക്കുന്നുണ്ട്. ആരാണെന്ന് മനസ്സിലായോ? ഞാനാണ് അവന്തിക എന്ന് അവൾ പറഞ്ഞു. എന്നാൽ നവീൻ ഒട്ടും താല്പര്യമില്ലാതെയാണ് സംസാരിക്കുന്നത്. എന്നാൽ നവീൻ്റെ മനസ്സ് മുഴുവൻ നന്ദുവാണ്. അങ്ങനെ അവന്തിക പറയുന്നുണ്ട്, നവീനേട്ടനെ എനിക്ക് കാണണം, സംസാരിക്കണം എന്നൊക്കെ പറയുകയാണ്. ഇപ്പോൾ എന്തിനാണ് കാണുന്നത് എന്ന് നവീൻ ചോദിക്കുമ്പോൾ, നമ്മുടെ വിവാഹം ഉറപ്പിച്ചതല്ലേ, പക്ഷെ നമ്മൾ ഇതുവരെ സംസാരിച്ചിട്ടില്ലല്ലോ. അന്ന് നവീനേട്ടനെ കണ്ടപ്പോൾ വിവാഹത്തിന് ഒട്ടും താല്പര്യമില്ലാത്തതുപോലെ തോന്നി. അങ്ങനെയൊന്നുമില്ല അവന്തികയെ എന്ന് നവീൻ കള്ളം പറയുന്നുണ്ട്. എന്തായാലും ഇപ്പോഴും ആശ്വാസമായി എന്ന് അവന്തിക പറയുമ്പോൾ നവീൻ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്, എൻ്റെ മനസ്സിൽ മുഴുവൻ നന്ദുവാണ്. വേറെ ആരും വിവാഹം കഴിക്കാൻ എനിക്ക് കഴിയില്ല. എന്നാൽ ഇപ്പോൾ അവന്തികയുടെ ഇക്കാര്യം പറഞ്ഞാൽ ശരിയാകില്ല, നേരിട്ട് കണ്ട് പറയണം. അങ്ങനെ നവീൻ അവന്തികയോട് ചോദിക്കുന്നുണ്ട്, അവന്തിക എപ്പോഴാണ് ഫ്രീ ആകുന്നതെന്ന്. അങ്ങനെ അവന്തിക പറയുന്നുണ്ട്, ഞാൻ എപ്പോഴും ഫ്രീ ആണ്, കമ്പനിയിലൊന്ന് ജസ്റ്റ് പോയി വന്നാൽ മതി. അങ്ങനെ അവർ രണ്ടുപേരും പരസ്പരം കാണുകയാണ്. അതേസമയം മുത്തശ്ശനും മുത്തശ്ശിയും ആദർശിനെ കുറിച്ച് സംസാരിക്കുകയാണ്. ഇങ്ങനൊരു സന്തോഷം നടക്കുന്ന സമയത്ത് ആദർശൻ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് മുത്തശ്ശി പറയുമ്പോൾ, വിവാഹത്തിന് മുമ്പ് തന്നെ ആദർശൻ ഞാൻ ഇങ്ങോട്ട് തിരിച്ചു വരും എന്ന് മുത്തശ്ശൻ പറയുന്നുണ്ട്. അങ്ങനെ അവന്തിക നാഗേന്ദ്രനെ കണ്ട് പറയുന്നുണ്ട്, ഇനി വിവാഹത്തിന് താല്പര്യമില്ലാത്തതുപോലെ തോന്നി. അങ്ങനെയൊന്നുമില്ല മോളെ, ഇനി അവന് താല്പര്യമില്ലെങ്കിലും ഈ അച്ഛൻ വിവാഹം നടത്തും. അങ്ങനെ സന്തോഷത്തോടു കൂടി അവന്തിക നവീനെ കാണാൻ വേണ്ടി പോയി. അതേസമയം നന്ദു അനിയെ കാണുന്നുണ്ട്. അങ്ങനെ അവന്തികയും നവീനും തമ്മിൽ വിവാഹം ഉറപ്പിച്ച കാര്യം നന്ദുവിനോട് അനി പറയുകയാണ്. നവീനേട്ടൻ്റെ സ്വഭാവത്തെക്കുറിച്ച് എനിക്ക് നല്ല ആശങ്കയുണ്ട് എന്ന് നന്ദു പറയുമ്പോൾ, അതൊന്നും സാരമില്ല, അതെല്ലാം ശരിയാകും എന്ന് അനി പറയുന്നുണ്ട്. നവീൻ വേറെ എന്തെങ്കിലും കാര്യം നിന്നോട് പറഞ്ഞോ എന്ന് നന്ദുവിനോട് ചോദിക്കുകയാണ് അനി. ഒന്നും പറഞ്ഞിട്ടില്ല എന്ന് പറയുന്നുണ്ട് നന്ദു. അത് കേട്ടപ്പോൾ എനിക്ക് നല്ല ആശ്വാസമാകുന്നുണ്ട്. അങ്ങനെ റെസ്റ്റോറൻറ്റിൽ വെച്ച് അവന്തികയും നവീനും കാണുന്നുണ്ട്. അങ്ങനെ അവന്തിക നവീനോട് ചോദിക്കുന്നുണ്ട്, നവീൻ എന്ത് ഈ വിവാഹത്തിന് ഇഷ്ടക്കേടുണ്ടോ എന്ന്. നവീൻ നന്ദുവിൻ്റെ കാര്യം പറയണമെന്ന് തോന്നിയെങ്കിലും കുടുംബാംഗങ്ങൾ തമ്മിലുള്ള ബന്ധം കാരണം നവീൻ പിന്നെ പറയുന്നില്ല. അങ്ങനെ നവീൻ ചിന്തിക്കുന്നുണ്ട്, അനി ഇന്ന് തന്നെ കാണണം. നന്ദുവിനെ തനിക്ക് ഇഷ്ടമുള്ള കാര്യം നന്ദുവിനോട് പറയാൻ അനിയോട് പറയണം എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് അനിയെ കാണുകയാണ് നവീൻ. അങ്ങനെ നവീൻ അനിയോട് കാര്യങ്ങൾ പറയുകയാണ്. എന്നാൽ അനി ഒഴിഞ്ഞു മാറുമ്പോൾ നവീൻ ദേഷ്യപ്പെടുന്നുണ്ട്. നീ അന്നൊരു കൂട്ടുകാരനല്ല, ഞാൻ തന്നെ നന്ദുവിനോട് കാര്യം പറയാം എന്ന് പറയുന്നുണ്ട് നവീൻ. അങ്ങനെ നവീൻ നന്ദുവിനെ ഫോൺ ചെയ്യുകയാണ്. അത്യാവശ്യമായിട്ടൊന്ന് കാണണമെന്ന് നവീൻ പറയുന്നുണ്ട്. അങ്ങനെ നവീന് നന്ദു പുറത്തു വെച്ച് കാണുന്ന സമയത്ത് നവീൻ പറയുകയാണ്, എനിക്ക് അവന്തികയെ കെട്ടാൻ ഒട്ടും താല്പര്യമില്ല നന്ദു, എനിക്കിഷ്ടം നിന്നെയാണ്. നവീൻ പറഞ്ഞത് കേട്ട് നന്ദു ആകെ സ്തംഭിച്ച് നിൽക്കുന്നുണ്ട്. അങ്ങനെ നന്ദു പറയുന്നുണ്ട്, എനിക്ക് വിവാഹം കഴിക്കാൻ താല്പര്യം അനിയാണ്, ഞാനും അനിയും തമ്മിൽ പ്രണയത്തിലാണ്. ഇക്കാര്യം അനി നവീനേട്ടനോട് പറഞ്ഞിട്ടില്ലേ എന്ന് ചോദിക്കുകയാണ് നന്ദു പറഞ്ഞത് കേട്ട് ആകെ വല്ലാത്ത അവസ്ഥയിൽ നിൽക്കുകയാണ് നവീൻ. ഇത്രയും കാലം അനി തൻ്റെ കൂടെ നിന്ന് ചതിക്കുകയായിരുന്നല്ലോ എന്ന സത്യം നവീൻ മനസ്സിലാക്കി. അപ്പോഴേക്കും അനി അങ്ങോട്ട് വരുന്നുണ്ട്. എടാ ദുഷ്ട, നീ എന്താണ് ഇത്രയും കാലം നന്ദുവിന് ഇഷ്ടമുള്ള കാര്യം എന്നോട് പറയാതിരുന്നത്? നിനക്ക് അവളോട് ഇഷ്ടമുണ്ടായിരുന്നെങ്കിൽ അത് എന്നോട് പറഞ്ഞുകൂടായിരുന്നോ? നീ എന്നെ ചതിക്കുകയായിരുന്നു, നീ എന്നെ പൊട്ടനാക്കി.
നിനക്ക് എന്നോട് സത്യം പറയാമായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ദേഷ്യത്തോടു കൂടി നവീൻ അവിടെ നിന്ന് പോവുകയാണ്. നവീൻ ദേഷ്യപ്പെട്ട് ബീച്ചിൽ നിന്ന് പോകുന്ന സമയത്ത് അനി ആകെ തകർന്നു പോയി. അങ്ങനെ നന്ദു സങ്കടം സഹിക്കാനാകാതെ പൊട്ടിക്കരയുകയാണ്. നീ നമ്മൾ പരസ്പരം ഇഷ്ടമുള്ള കാര്യം ആദ്യമേ നവീനോട് പറയാമായിരുന്നു. നിന്നോട് നവീൻ സത്യമെല്ലാം പറഞ്ഞതല്ലേ, അപ്പോഴെങ്കിൽ നിനക്ക് നവീനോട് പറയാമായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കരയുകയാണ് നന്ദു.